നമ്മൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കാലത്ത് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഇപ്പോൾ കുട്ടികൾ ഫുൾ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് അവർ നടക്കുമ്പോഴേക്കും ഒരു മെക്കാനിക്കൽ നമുക്ക് തോന്നാറുണ്ട്. അവരെ കൈ മൂവ്മെന്റ്, അവരെ ഐ മൂവ്മെന്റ് ഒക്കെ എപ്പോഴും നമ്മുടെ ഫോണിലോട്ടുള്ള ഒരു ഇതാണ്. ഇപ്പം നമ്മൾ കേൾക്കാറില്ലേ, ഒരു കുട്ടിയെ പീഡിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആ കുട്ടി അതേപോലെ ചെയ്യും, ബ്ലേഡ് വെച്ച് മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും. അപ്പോൾ പുതിയ കുട്ടികൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സ് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതിൽ നിന്ന് അവർക്ക് ചെയ്യാൻ, അവർക്ക് മുക്തി, അവർക്ക് അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ എന്താണ് നിർദ്ദേശം നിങ്ങൾക്ക് പറയാനുള്ളത്? ഓക്കെ ചേട്ടാ, ഇതിനെ കൊണ്ട് നല്ലതും ഉണ്ടെന്ന് നമ്മൾ ആദ്യം എന്തായാലും സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഇതില്ലാത്തൊരു കാലം ഇനി പോസിബിൾ ഒന്നുമല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന, ഇത് നമുക്ക് കുറേ അധികം സംസാരിക്കേണ്ട ഒരു വിഷയമല്ലേ. പക്ഷേ പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു, ആസ് എ ടീച്ചർ, ടീച്ച് ദം ടു റീഡ്, ഫോഴ്സ് ദം ടു റീഡ്, ഇൻഫ്ലുവൻസ് ദം ടു റീഡ്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഹൗ ടു പെർസ്വേഡ് കിഡ്സ് ടു റീഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഒരു വീഡിയോ, ഒരു 20 മിനിറ്റുള്ള വീഡിയോ അവിടെ ഹാപ്പിനെസ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേസിൽ കിടപ്പുണ്ട്. വെറുതെ വൺസ് ദേ ആർ അഡിക്റ്റഡ് ടു ഇറ്റ്, ഇതൊന്നും മാറ്റർ ആയിരിക്കില്ല, അവർക്ക് ഇങ്ങനെ കളയാൻ സമയം ഉണ്ടാവില്ല. അത് റൈറ്റ് ആയിട്ടുള്ള പുസ്തകം വേണം. ആദ്യത്തെ ഒരു 5 എണ്ണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലെങ്കിൽ അവർ അലിഞ്ഞു തിരിഞ്ഞ് 10 എണ്ണം വായിച്ചാൽ ഒന്നായിരിക്കും അവർക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് വായിക്കുന്ന 5 പുസ്തകങ്ങൾ ഏറ്റവും വലിയ ക്ലാസിക്കലും ഫിലോസഫി പുസ്തകങ്ങളൊന്നും ആവരുത്. ടോട്ടോ ചാൻ പോലെ, ഹെയ്ഡി പോലെ. അതിന് ഈ ഒരു ജേണി നിങ്ങൾ കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. ബാക്കിയൊക്കെ അവർ പഠിച്ചോളും പുസ്തകത്തിൽ നിന്ന്.